കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമ വിലക്ക്. വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിന്റെ തീരുമാനം. പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അഡ്വക്കേറ്റ് കെ രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥി. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് മാധ്യമ വിലക്കിന്റെ അടിസ്ഥാനം? അവിടെ പ്രഖ്യാപിത മാധ്യമ വിലക്ക് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന അസാധാരണ സാഹചര്യമാണോ? വിജയകുമാർ, പോലീസ് അക്കാര്യം ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് 11 മണിക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ വരണാധികാരി എന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ വലിയ പോലീസ് സന്നാഹവും സുരക്ഷയും ഒക്കെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ, അതായത് ഈ തിരഞ്ഞെടുപ്പിനായുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. കളക്ടറാണ് വരണാധികാരി. അതിൽ പോലീസ് പറയുന്നൊരു കാര്യം, വരണാധികാരി നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 11 മണിക്കാണ് തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. വലിയ പോലീസ് സുരക്ഷയുണ്ട്. പോലീസ് നമ്മളെ അറിയിച്ച കാര്യം, ജില്ലാ വരണാധികാരി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കരുത്, അതുകൊണ്ട് തടയുന്നു എന്നാണ്. ഇങ്ങോട്ടേക്ക് ഈ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ എത്തിയത്. ആ ഘട്ടത്തിലാണ് പോലീസ് തടഞ്ഞത്. പോലീസ് പറഞ്ഞൊരു കാര്യം, വരണാധികാരിയുടെ നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് അകത്തേക്കുള്ള പ്രവേശനം അനുവദിക്കാനാകില്ല എന്ന നിർദ്ദേശമാണ് നൽകിയത്. പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗം, CPIM അംഗം ആണ് കെ രത്നകുമാരിയാണ് LDFിന്റെ സ്ഥാനാർത്ഥി. ഒപ്പം 17 അംഗങ്ങളാണ് LDFിനുള്ളത്, 7 അംഗങ്ങളാണ് UDFിനുള്ളത്. കോൺഗ്രസിലെ പൈരാവൂർ ഡിവിഷനിലെ ജൂബിലി ചാക്കോ UDF സ്ഥാനാർത്ഥിയായും മത്സരിക്കും. അതിനുശേഷം കലക്ടറുടെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഉച്ചയ്ക്ക് ഫലം പ്രഖ്യാപിക്കുകയും അതിനുശേഷം വൈകിട്ടോടുകൂടി കലക്ടറുടെ സാന്നിധ്യത്തിൽ പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും. സജോ, അതിലേക്ക് വരാം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം നടക്കുന്നു.